ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ നാളെ സൺഡേ ആണെങ്കിലും നമുക്ക് നാളെ കഥയുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ പോലും ആരെങ്കിലും അറിഞ്ഞിട്ടില്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ വിശേഷം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ ഏതായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു ബ്ലഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ശരീരത്തിലെ ബ്ലഡ് മൊത്തം അതിലിങ്ങനെ വിഷം പടർന്നത് കൊണ്ട് ആ ബ്ലഡ് എല്ലാം മാറ്റി നല്ല ബ്ലഡ് മുഴുവനും ഇനി നമ്മുടെ ദേവയാനിയുടെ ശരീരത്തിലേക്ക് കയറ്റണം. ആ കാര്യം ഡോക്ടർ പറഞ്ഞു. അത് മാത്രമല്ല പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഈ ബ്ലഡ് ഗ്രൂപ്പ് വേറെ ആർക്കും കിട്ടാത്തത് കൊണ്ട് തന്നെ വല്ല വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാൽ മതി. അങ്ങനെയൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇപ്പൊ തൽക്കാലം ഹോസ്പിറ്റലിൽ ഉള്ള ആ ഒരു ബ്ലഡ് ബാങ്കിൽ ഇല്ല എന്ന് പറയുകയാണ് ചെയ്തത്. ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ ആദർശ് നേരെ ഇറങ്ങി പോവുകയാണ്. ഇറങ്ങി നേരെ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് ചെന്നപ്പം അവിടെ നമ്മുടെ ജയൻ ഉണ്ടായിരുന്നു. അപ്പൊ ജയനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അറിയില്ല അച്ഛാ. ആ ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ എവിടെ പോകും, എവിടെ അന്വേഷിക്കും? അല്ല, നമുക്ക് ഒരു പത്രത്തിൽ വല്ല പരസ്യം കൊടുക്കാനുള്ള ആ ഒരു ചാൻസ് പോലും ഇപ്പൊ ഇല്ല. കാരണം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പ് സംഘടിപ്പിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടോണ്ടേ ജയൻ പറഞ്ഞു, ഇനിയിപ്പോ നമ്മൾ എവിടെ പോയി തപ്പാനാ മോനെ, ഇനിയിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാനാ മോനെ? അല്ല, ഇനിയിപ്പോ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പിന്നെ പുറത്തു പോകേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അനി ഹോസ്പിറ്റലിൽ വന്നത്. അപ്പൊ അനി വന്നു. അപ്പൊ അനി ഈ കാര്യം അറിയുകയാണ്. അപ്പൊ അനി ഈ കാര്യം അറിയുമ്പോഴത്തേക്കുമാണ് മനസ്സിലാകുന്നത് നമ്മുടെ അനാമികയ്ക്ക് ഇതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ അനാമികയുടെ ബ്ലഡ് കിട്ടുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഓക്കെ ആകും. അപ്പൊ ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അനാമികേനെ വിളിച്ചറിയിക്കുകയാണ്. അനാമികേനെ അല്ല, അനിയല്ല വിളിച്ചറിയിക്കുന്നത് കേട്ടോ. വേറെ ആരോ ആണ് വിളിച്ചറിയിക്കുന്നത്. അനാമികയോട് വിളിച്ചു പറയുകയാണ്. അനാമികയോടല്ല, രേവതിയോട് വിളിച്ചു പറയുകയാണ്. അപ്പൊ രേവതി ഈ വിവരങ്ങൾ അറിഞ്ഞു, വേണു ഈ വിവരങ്ങൾ അറിഞ്ഞു. അപ്പൊ ഇവർക്ക് പറ്റിയൊരു ചാൻസ് തന്നെയാണല്ലോ. ദേവയാനിയുടെ മനസ്സിൽ ഒന്നുകൂടി ദേവയാനിയുടെ മനസ്സ് കീഴടക്കാൻ പറ്റിയൊരു ചാൻസ് തന്നെ ആയതുകൊണ്ട് നമ്മുടെ രേവതി നേരെ ചെന്ന് പറയുകയാണ് അനാമികയോട്, നീ എങ്ങനെയെങ്കിലും ഈ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കണം, ഈ ബ്ലഡ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളോടുള്ള കുറച്ച് കടപ്പാടൊക്കെ ദേവയാനി ചേച്ചിക്ക് കൂടും. അതുപോലെ തന്നെ മോക്ക് തന്ത്രപരമായിട്ട് ആ വീട്ടിൽ നിൽക്കാനും സാധിക്കുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കുമാണ് അനാമിക പറഞ്ഞത്, ബ്ലഡ് കൊടുക്കാനോ അമ്മ? ഈ ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്റെ ഈ ബ്ലഡ് പോയി കഴിയുമ്പോഴത്തേക്കും എന്റെ ഈ ശരീരത്തിന്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടും. അതായത് എനിക്ക് അത്രയും ബ്ലഡ് കുറയുവല്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ബ്ലഡ് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ അനാമിക ബ്ലഡ് കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ കാലേ നിൽക്കുകയാണ് കേട്ടോ. അപ്പം വേണുവും വന്ന് പറയുകയാണ്, മോളെ എങ്ങനെയെങ്കിലും ബ്ലഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ മോളോടുള്ള കൂറ് കുറച്ചും കൂടെ കൂടുകയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, പിന്നെ അങ്ങനെ ഒരു കൂറൊന്നും എനിക്ക് കിട്ടണ്ടേ, എൻ്റെ ബ്ലഡ് ഞാൻ ആർക്കും കൊടുക്കാൻ തയ്യാറല്ലെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അനാമിക. ഇതേ സമയമായിക്കോട്ടെ എല്ലാവരും അറിഞ്ഞു കേട്ടോ അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെന്നും അനാമിക ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ വേറെ എങ്ങോട്ടേക്കും ഇനി ബ്ലഡിന് വേണ്ടി തേടി നടക്കണ്ടായെന്നും. ഏതായാലും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നവ്യ പറഞ്ഞു, അവളുടെ ബ്ലഡ് കൊടുക്കുന്നേക്കാളും ഭേദം ബ്ലഡ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. അതുപോലെ തന്നെ അനിയും പറഞ്ഞു കേട്ടോ, വേറെ ആരുടെ ബ്ലഡ് കൊടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വഴിയിലുള്ള ഒരു പിച്ചക്കാരൻ്റെ ആണെങ്കിലും ബ്ലഡ് കൊടുക്കാതെ അതിൻ്റെതായ അന്തസ്സും നിലയും വിലയും ഉണ്ട്. പക്ഷെ അവളുടെ ആ ചീഞ്ഞ ബ്ലഡ് എന്തിനാ എൻ്റെ വല്യമ്മയുടെ ദേഹത്തേക്ക് കുത്തിവെക്കുന്നത്? അതിന്റെ കാര്യമുണ്ടോ? അതിന്റെ കാര്യമൊന്നുമില്ല. അവളുടെ വെറും ചീഞ്ഞ് നാറിയ ബ്ലഡാണ് എന്നിങ്ങനെ നമ്മുടെ അനി പറയുന്നുണ്ട്. ഏതായാലും ബ്ലഡ് കൊടുക്കാൻ ഇനിയിപ്പം അനി സമ്മതിച്ചാൽ തന്നെ ബ്ലഡ് കൊടുക്കാൻ നമ്മുടെ അനാമിക തയ്യാറാകുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഈ വിവരം അറിയുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സങ്കടമാകാണ് കേട്ടോ. കാരണം കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് ഇങ്ങനെ ബ്ലഡ് ഉണ്ട്, ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും കൊടുക്കാതെ വരുമ്പോൾ, പക്ഷേ നമ്മുടെ അനാമികയ്ക്ക് ബുദ്ധിയില്ല. അനാമികയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്ന അനാമിക ഈ സമയത്ത് എന്ത് ചെയ്തേനെ? അനാമിക പോയി ബ്ലഡ് കൊടുത്തേനെ. സത്യം പറഞ്ഞു കൊണ്ടിട്ടുണ്ട് അനാമികയ്ക്ക് ബുദ്ധി എന്ന് പറയുന്നത് ലേശം പോയിട്ടില്ല. രേവതി വേണു നിർബന്ധിച്ചിട്ട് പോലും അനാമികയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് വേറെ ഒന്നും കൊണ്ടുമല്ല,
അനാമികയ്ക്ക് പേടിയാണല്ലോ, ഇനിയിപ്പം എന്തെങ്കിലും സംഭവിക്കുമോ, തൻ്റെ സൗന്ദര്യം പോവുമോ, തൻ്റെ ബ്ലഡ് അത്രയും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പേടിയാണ്. അപ്പം അതുകൊണ്ടാണ് പുള്ളിക്കാരി കൊടുക്കാത്തത്. ഏതായാലും ഈ സമയം ആദർശ് നയനയോട് പറയുന്നു. ഏതായാലും നയനയും നവ്യൊക്കെ അപ്പോഴാണ് നമ്മുടെ നയനയും നവ്യയും അല്ലാട്ടോ, സോറി, ആദർശും നവ്യയും എല്ലാവരും ഒക്കെ അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ദേവയാനിക്ക് കൊടുക്കാൻ പറ്റിയ ബ്ലഡ് ഗ്രൂപ്പ് എന്ന ആ ഒരു സത്യം അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഇന്ന് ആരൊക്കെയോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥയാണല്ലോ, അപ്പൊ ഏകദേശം നമുക്കറിയാലോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം സംഭവിക്കാമെന്ന്. അപ്പൊ ആരോ പറഞ്ഞു, ആരാന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കമന്റിൽ ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ, പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചില്ല, അതാണ് കേട്ടോ. ഏതായാലും അവർ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ നയനയാണ് ബ്ലഡ് കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്നത്. അങ്ങനെ ദേവയാനിയുടെ ജീവിതവും ജീവനുമൊക്കെ രക്ഷിക്കുന്നത് നയനയാണ്. അപ്പൊ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും, നയന ഈ കാര്യം അറിഞ്ഞില്ലായിരുന്നു കേട്ടോ, ഈ ബ്ലഡിന്റെ ഈ കാര്യം അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ നയന പുറത്തു പോയ ഒരു സമയത്താണ് ഇവിടെ ഈ ചർച്ച നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ചയായി തീർന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് വേറെ തേടി പോകണ്ട എന്ന് നയന വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അതിനു മുമ്പാണ് അനാമികയോടൊക്കെ വിളിച്ചു ചോദിക്കുകയും അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം അറിയുകയൊക്കെ ചെയ്തത് കേട്ടോ. ഇതേ സമയം നമ്മുടെ മൂർത്തി മുത്തശ്ശനും വസന്തരയും പറയുന്നുണ്ട്, ഏതായാലും നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യവും നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുവാനും വേണ്ടി ദൈവം പറഞ്ഞയച്ചിരിക്കുന്ന ഒരു ദേവത തന്നെയാണ് നമ്മുടെ നയന എന്ന് പറയുന്നത്. അവളെ ഈ കുടുംബത്തിലേക്ക് ദൈവമായിട്ട് തന്നെ പറഞ്ഞയച്ചതാ ഈ കുടുംബത്തിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പൂജാരിയോ മേൽശാന്തി അങ്ങാണ്ട് പറഞ്ഞായിരുന്നല്ലോ, ജോത്സ്യനോ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞായിരുന്നല്ലോ, ഈ കുടുംബത്തിന്റെ പൂർണ്ണ ഐശ്വര്യവും നമ്മുടെ നയനയിലാണ് നിൽക്കുന്നത്, നയന ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പാടില്ല എന്ന്. അപ്പൊ അത് തന്നെയാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ വസന്തര പറയുന്നുണ്ട്, ഇത് അയ്യപ്പൻ കൊടുത്ത ശിക്ഷ തന്നെയാണ് ദേവയാനിക്ക്. കാരണം വേറൊന്നുമല്ല, ഇത് ആരും ചെയ്തോട്ടെ, പല ആരെങ്കിലും വിഷം കലർത്തിയതായിരിക്കാം, പക്ഷെ ഇത് അയ്യപ്പൻ തന്നെയാണ് അവക്കിത് കൊടുത്തത്, വേറൊന്നുമല്ല. അവള് നയനയുടെ സന്തോഷം തല്ലിക്കെടുത്താൻ നോക്കിയപ്പം, നയനയുടെ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടിയാണല്ലോ നമ്മുടെ മരുമകള് അയ്യപ്പന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്. അല്ലാതെ ഇത് മുത്തശ്ശനോടുള്ള അച്ഛനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, അവളിത് മുന്ന് തീരുമാനിച്ചതും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതെല്ലാം തിരിഞ്ഞ് കറങ്ങി വന്നത് ദൈവത്തിന്റെ തിരിച്ചടി തന്നെയാണ്. ദേവയാനി അറിയണം, നയനയുടെ നന്മ അറിയണം ദേവയാനി, അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. അപ്പൊ ഏതായാലും ഈ ഒരു സംഭവം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കാരണം നയന ബ്ലഡ് കൊടുക്കാൻ തയ്യാറായപ്പം അനാമിക പെട്ടെന്ന് ബ്ലഡ് കൊടുക്കാൻ തയ്യാറായിട്ട് വരികയാണ്. അനാമികയുടെ ചീഞ്ഞ ബ്ലഡ് മേടിക്കാൻ പിന്നെ ആരെങ്കിലും തയ്യാറാവുമോ? ഒരിക്കലും ഇല്ല. നമ്മുടെ നയനയുടെ തനിത്തങ്കമായ ബ്ലഡ് ഉള്ളപ്പം ആ ചീഞ്ഞ ബ്ലഡിന് വേണ്ടി ആരും ഇനി തയ്യാറാകത്തില്ല. അങ്ങനെ അനാമികയ്ക്ക് വലിയൊരു അക്കിടി തന്നെ പറ്റുകയാണ്. ഏതായാലും അനാമികേനെ രേവതിയും അതുപോലെ തന്നെ നമ്മുടെ വേണുവും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നമ്മുടെ ദേവയാനിയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ ലാസ്റ്റ് നയന വേണ്ടി വന്നു. ഇതിനോടൊപ്പം തന്നെ കനകദുർഗയും ഗോവിന്ദനും ഒക്കെ അറിയുന്നുണ്ട് കേട്ടോ ഈ കാര്യം. കനകദുർഗയും ഗോവിന്ദനൊക്കെ ആദ്യം അറിഞ്ഞില്ലായിരുന്നല്ലോ, അപ്പം കനകദുർഗയും ഗോവിന്ദനും ഒക്കെ അറിയുന്നുണ്ട്, സംഭവം അറിഞ്ഞ് ഇവർ കാണാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യങ്ങളും ഈ നയനമോളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെന്നൊക്കെ നമ്മുടെ കനകദുർഗ പറയുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് നാളെ വിശേഷമുണ്ട്, ആരും മറക്കരുത്. നമുക്ക് എല്ലാ ഞായറാഴ്ചയും വിശേഷം ഇല്ലായിരുന്നു, അപ്പൊ അങ്ങനെ ഓർത്തിരിക്കരുത്. നാളെ നമ്മൾ രാവിലെ കറക്റ്റ് 7:30 വിശേഷവും നാളത്തെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എന്നും ശനിയാഴ്ച വൈകിട്ടിടുന്നത് 1 വീക്കിലെ പ്രമോ വിശേഷമായിരുന്നു. അത് നമ്മൾ നാളെ വൈകിട്ട് ഇടുന്നതായിരിക്കും. അടുത്ത ആഴ്ചയിലെ ഫുള്ള് പ്രമോ വിശേഷവും ഇടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഇതുവരെ ജനറൽ പ്രമോയും കിട്ടിയില്ലല്ലോ, ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതായാലും പുറകെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദേവയാനി തിരിച്ചറിയാൻ പോവുകയാണ്. അനാമികയുടെ സ്വഭാവം തിരിച്ചറിയാൻ പോവുകയാണ്, നയനയുടെ സ്വഭാവം തിരിച്ചറിയാൻ പോവുകയാണ്. ഏതായാലും ഈ ഒരു വലിയൊരു സംഭവം നമ്മുടെ ദേവയാനിയുടെ കണ്ണു തുറപ്പിക്കുക തന്നെ ചെയ്യും. വീണ്ടും തിരിച്ചടിയായിട്ട് നമ്മുടെ അനാമികയ്ക്കും രേവതിക്കും ചെല്ലുകയാണ്. അനാമികയും രേവതിയും ഇത് എല്ലാം വരുത്തി തീർത്തതാണ്. ഇതെല്ലാം നമ്മുടെ നയനയും നവ്യനെയും വീട്ടിൽ നിന്നും പറഞ്ഞു വിടാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഇതെല്ലാം തിരിച്ച് അവർക്ക് നല്ലതായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. കള്ളവും കള്ളത്തരവും ഒക്കെ കണ്ടുപിടിച്ച് അനാമികയെ എന്നാണ് ഇനി വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ തംബ്നെയിലൊക്കെ കാണുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, എപ്പോഴും എന്തിനാ ഇങ്ങനെ പറയുന്ന അനാമികനെ ചവിട്ടി പുറത്താക്കുന്നൊക്കെ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
തംബ്നെയിൽ കൊടുക്കുമ്പോഴത്തേക്കും ഒറിജിനൽ ഫോട്ടോ വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒറിജിനൽ ഫോട്ടോ വെക്കാത്തത്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒറിജിനൽ ഫോട്ടോ ഒന്നും വെക്കാത്തത്. അപ്പോൾ എല്ലാവരും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒറിജിനൽ വെച്ചൂടെ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒറിജിനൽ വെക്കാത്തത്. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരും, അത് വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുകയാണ്. മറക്കരുത്, നാളെ ഞാൻ വരും കേട്ടോ. രാവിലെ തന്നെ വരും, 7:30 വരും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.